ഹലോ ഗൈസ്, ഇന്നൊരു ബിസി ഡേ ആയിരുന്നു ഗൈസ്. ഇന്ന് ഫുൾ ഞങ്ങൾ കുറേ പരിപാടി പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ. രാവിലെ തന്നെ ഇവർ അംഗൻവാടി വിട്ടു. പോവാൻ നല്ല മടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെ ഡ്രസ്സ് തയ്ച്ച് മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ ഡ്രസ്സ് തയ്ച്ചതൊക്കെ മേടിച്ച് ഞങ്ങൾ ഇതേ അവിടെ നിന്ന് പോന്നു. പിന്നെ തൃപ്രയാർ ബ്യൂട്ടി സിൽക്സിൽ പോയി. വണ്ടി എന്താ പറയുക, വണ്ടി സർവീസിന് കൊടുത്തിരിക്കുകയായിരുന്നു. അത് കാരണം ഫുൾ നടത്താൻ തന്നെയായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്രയാർ ഫുൾ അലഞ്ഞിരുന്നതാണ്. ഡ്രസ്സ് എടുക്കാൻ പോയത് വീട്ടിലെല്ലാവർക്കും എടുക്കണമായിരുന്നു. അങ്ങനെ ബ്യൂട്ടി സിൽക്സ് ഫുള്ള് അതിന് വേണ്ടി അലഞ്ഞ് തിരിഞ്ഞ് നടന്നു കേട്ടാ. എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങനെ അത് ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. അങ്ങനെ ബ്യൂട്ടി സിൽക്സിൽ ഫുള്ള് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി തൊട്ടടുത്തുള്ള വേറൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്തിനായിരുന്നു, പൂവ് മേടിക്കാൻ. ഞങ്ങൾ ചെറിയൊരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടി പൂവ് മേടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായി. പിന്നെ പിങ്ക് മാജിക്ക് അവിടെ കയറിയാലാണ് പൈസ പൊടിയാൻ അറിയാത്തത് കേട്ടോ. കാണുന്ന സാധനങ്ങളൊക്കെ മേടിക്കാൻ തോന്നും. അടിപൊളി സാധനങ്ങൾ, പുതിയ പുതിയ സാധനങ്ങളൊക്കെ വരും അവിടെ കേട്ടോ. ചെറിയൊരു ഷോപ്പാണ്, പക്ഷെ ചെറുതെന്ന് വെച്ചാൽ അത്ര ചെറുതല്ല, നല്ല സൂപ്പറാണ് കേട്ടോ. സാധനങ്ങളൊക്കെ അടിപൊളിയാണ് അവിടുത്തെ. അങ്ങനെ അവിടെ കയറി ഇവർക്ക് ഡ്രസ്സിന് മാച്ച് മാല വള അങ്ങനെ അങ്ങനെ കുറേ ഐറ്റംസ് അവിടെ നിന്ന് വാങ്ങിച്ചത്. അതിന് നേരെ വൈമോൾ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. വൈമോളിൻ്റെ ഫ്രണ്ടിൽ ഓണത്തിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവിടെ കയറിയത് എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ ഗൈസ്. അങ്ങനെ ഈ സംഭവം മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ഉണ്ണികൾക്ക് ഫ്രൂട്ട്സിൻ്റെ ഇത് അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറി. പിന്നെ പൂവിൻ്റെ കൊട്ട അന്വേഷിച്ച് നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ തൃപ്രയാർ അമ്പലത്തിൻ്റെ അടുത്തൊരു ഷോപ്പിൽ നിന്നാണ് ഈ പൂവിൻ്റെ കൊട്ട കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുൾ ഡേ ഇന്ന് അലച്ചിൽ തന്നെയായിരുന്നു ഗൈസ്, ഒന്നും പറയണ്ട. അത് ഇനി ബസ്സിൽ